ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 മാസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നതിൻ്റെ തിരക്കും ചിലവും കാര്യങ്ങളും എല്ലാവരും നല്ല ബിസിയൊക്കെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് വന്ന് അപ്പോൾ ആദ്യം നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കണം, ഡോക്ടറെ കാണണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആലപ്പുഴയിൽ 1.5 മണിക്കൂർ ഒരു പറഞ്ഞ റിസൾട്ട് കിട്ടുക. അങ്ങനെ നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് വന്ന് ആശോ ഫുട്വെയറിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് ആദ്യം പപ്പാക്ക് ചെരുപ്പൊക്കെ സെലക്ട് ചെയ്ത് അന്നേരമാണ് പറയുന്നത് നമുക്ക് കുഞ്ഞിന് ബാഗ് എടുത്തേക്കാം എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ ഓർത്താണെങ്കിൽ ബാഗിൻ്റെ കാര്യം കഴിയുമല്ലോ, പിന്നീട് നമുക്ക് വന്ന് ബുക്കും കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ എടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്ത് ഈ ബാഗാണ് നമ്മളിപ്പം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചുമ്മാ വെറുതെ ഒരു ഷോ കാണിച്ച് വേറെ ബാഗുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പപ്പായും മോനും കൂടെ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുപ്പി നോക്കാനായിട്ട് പോയി. അപ്പോൾ കുപ്പി കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ കുപ്പിയല്ല മെയിനായിട്ട് അത് കൂടെ നോക്കണ്ട, ബോക്സും കൂടെ ആയിട്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് പറ്റുന്ന അത്ര സാധനങ്ങൾ മേടിച്ചോണ്ട് പോകാമല്ലോ എന്ന് വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച ഇനി വരണം. അങ്ങനത്തേക്ക് നമ്മൾ ചെറിയൊരു കുപ്പിയാണ് എടുത്തത്. അപ്പോഴത്തേക്ക് ഒരു ചെറിയ ബോക്സ് വേണമെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ബാഗും കുപ്പിയും ബോക്സും എല്ലാം ചെരുപ്പും ഒക്കെ വാങ്ങിച്ച് പിന്നെ നമ്മളവിടെ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് എനിക്ക് ഇത്തിരി തയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അടുത്ത കടയിൽ നിന്ന് തന്നെ അതൊക്കെ വാങ്ങിച്ച് അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് പെട്രോൾ അടിക്കണമായിരുന്നു. അങ്ങനെ പിന്നെ പെട്രോൾ അടിക്കാനൊക്കെ പമ്പിൽ കയറി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 മാസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നതിൻ്റെ തിരക്കും ചിലവും കാര്യങ്ങളും എല്ലാവരും നല്ല ബിസിയൊക്കെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് വന്ന് അപ്പോൾ ആദ്യം നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കണം, ഡോക്ടറെ കാണണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആലപ്പുഴയിൽ 1.5 മണിക്കൂർ ഒരു പറഞ്ഞ റിസൾട്ട് കിട്ടുക. അങ്ങനെ നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് വന്ന് ആശോ ഫുട്വെയറിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് ആദ്യം പപ്പാക്ക് ചെരുപ്പൊക്കെ സെലക്ട് ചെയ്ത് അന്നേരമാണ് പറയുന്നത് നമുക്ക് കുഞ്ഞിന് ബാഗ് എടുത്തേക്കാം എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ ഓർത്താണെങ്കിൽ ബാഗിൻ്റെ കാര്യം കഴിയുമല്ലോ, പിന്നീട് നമുക്ക് വന്ന് ബുക്കും കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ എടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്ത് ഈ ബാഗാണ് നമ്മളിപ്പം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചുമ്മാ വെറുതെ ഒരു ഷോ കാണിച്ച് വേറെ ബാഗുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പപ്പായും മോനും കൂടെ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുപ്പി നോക്കാനായിട്ട് പോയി. അപ്പോൾ കുപ്പി കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ കുപ്പിയല്ല മെയിനായിട്ട് അത് കൂടെ നോക്കണ്ട, ബോക്സും കൂടെ ആയിട്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് പറ്റുന്ന അത്ര സാധനങ്ങൾ മേടിച്ചോണ്ട് പോകാമല്ലോ എന്ന് വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച ഇനി വരണം. അങ്ങനത്തേക്ക് നമ്മൾ ചെറിയൊരു കുപ്പിയാണ് എടുത്തത്. അപ്പോഴത്തേക്ക് ഒരു ചെറിയ ബോക്സ് വേണമെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കും.
അങ്ങനെ നമ്മൾ ബാഗും കുപ്പിയും ബോക്സും എല്ലാം ചെരുപ്പുമൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മളവിടെ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് എനിക്ക് ഇത്തിരി തയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അടുത്ത കടയിൽ നിന്ന് തന്നെ അതൊക്കെ വാങ്ങിച്ച് അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുക. എന്നോട് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് പെട്രോൾ അടിക്കണമായിരുന്നു. അങ്ങനെ പിന്നെ പെട്രോൾ അടിക്കാനൊക്കെ പമ്പിൽ കയറി. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നേരെ നമ്മൾ ലാബിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തി. അങ്ങനെ അവിടെ നിന്ന് റിസൾട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതും വാങ്ങിച്ച് നേരെ നമ്മളിനി ഡോക്ടർക്ക് പോകാൻ പോകുമായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെയും തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ആച്ചക്കൂട്ടം പറഞ്ഞ് എനിക്കൊരു കുഴിമന്തി മേടിച്ചതെന്ന് ചോദിച്ച് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വെച്ചത് ആദ്യം. പിന്നെ അവിടുത്തെ സമയം പോകും. ഡോക്ടർ കൺസൾട്ടിങ് ചെയ്തപ്പോൾ നേരത്തെയൊക്കെ നിർത്തും പുള്ളി നേരത്തെ ഇരിക്കുവാണെങ്കിൽ. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ കുഴിമന്തിക്ക്. അപ്പോഴത്തേക്ക് നമ്മളതൊക്കെ മേടിച്ച് ആച്ചക്കൂട്ടിന് മാത്രമായിട്ടാണ് മേടിച്ചത്. അങ്ങനെ അത് മേടിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ മീനും കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഡോക്ടറെ വീടുമൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ മീനുമൊക്കെ വാങ്ങിച്ച് ഡോക്ടറെ വീട്ടിലോട്ട് പോയിരിക്കുവാണ്. അപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് കൺസൾട്ടിങ് തീരാറായിരുന്നു. ഒരു പേഷ്യൻറ്റും കൂടെ ഉള്ളായിരുന്നു. അപ്പോൾ അവരകത്ത് കയറി ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ടൈമൊക്കെ ആയി. നമ്മളങ്ങനെ ഡോക്ടറെ കണ്ട് പിന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളപ്പോൾ അടുത്ത മെഡിക്കൽ തന്നെ മരുന്നൊക്കെ വാങ്ങിക്കാനായിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ മരുന്ന് വാങ്ങിച്ചിട്ട് തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറി ടാബ്ലറ്റ്സ് മേടിച്ച് അങ്ങനെ നമ്മളതെല്ലാം മേടിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ വന്ന വാക്ക് തന്നെ കറി വെക്കണം. മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരത്തേക്ക് കറി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ചോറുണ്ണാനൊക്കെ ഇരുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ആച്ചക്കുട്ടന് വിശക്കെന്നൊന്നും പറഞ്ഞ് വന്ന് അവനുള്ളത് പിന്നെ മന്തി എടുത്ത് കൊടുത്ത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ മീനൊക്കെ വെട്ടി കറിയും വെച്ച് പിന്നെ ഊട്ടുമോര് കാച്ചണമായിരുന്നു. അതുമെല്ലാം വെച്ച് പെട്ടെന്ന്. പക്ഷെ കഴിക്കാൻ നേരത്തൊക്കെ 10 മണിയൊക്കെ ആയി. നന്നായിട്ട് താമസിച്ചായിരുന്നു. പിന്നെ വിശപ്പും അങ്ങനെ തോന്നിയില്ലായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ആച്ചക്കൂട്ടൻ വന്ന് കഴിച്ചിട്ട് ബാക്കി കൊണ്ടതുപോലെ കുറച്ച് ബാക്കി വെക്കും. മൊത്തം കഴിക്കത്തില്ല. ആദ്യം ഇങ്ങനെ കൊതി പറയും. അന്നേരം പിന്നെ ബാക്കി എടുത്ത് വെച്ച്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.